സമൂഹ വിവാഹത്തിലൂടെ 11 യുവതികൾ സുമംഗലികളായി. ഷെയ്ഖ് അഹമ്മദുൽ കബീരിഫായി ഫൗണ്ടേഷനാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. നെന്മാറ വിത്തനശ്ശേരി റൂറൽ കൺവെൻഷൻ സെന്ററായിരുന്നു സമൂഹ വിവാഹവേദി. അനാഥകളും അഗതികളുമായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങളും വിവാഹവസ്ത്രവും ചെലവും നൽകിയായിരുന്നു ഫൗണ്ടേഷൻ വിവാഹം നടത്തിക്കൊടുത്തത്. പിതാവ് മരണപ്പെട്ടവർ, ഉപേക്ഷിച്ചുപോയവർ എന്നിങ്ങനെ പട്ടിണിപ്പാവങ്ങളുടെ മക്കളെ തേടിപ്പിടിച്ചായിരുന്നു സമൂഹ വിവാഹമൊരുക്കിയത്. യുവതികളെ തിരഞ്ഞെടുക്കുന്നതിൽ ജാതിയോ മതമോ പരിഗണിച്ചിരുന്നില്ല. 11 യുവതികൾ സുമംഗലികളായവരിൽ 2 പേർ ഹിന്ദുക്കളെന്നത് ശ്രദ്ധേയമാണ്. اللهم انزل المنزل المقرب عندته في الدنيا وفي الآخرة شفاعته وأوردنا حوضه واسقنا بكأس يمين ثم إلى أرواح الأنبياء والأولياء من لدن آدم عليه الصلاة والسلام إلى يوم القيامة مع أصحاب البدريين وبقية الصحابة كلهم أجمعين. വിവാഹത്തോടനുബന്ധിച്ച് സൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചു. സയ്യിദ് ജലാലുദ്ദീൻ ജമലുല്ലൈലി, ഉസ്മാൻ മദനി, ബദ്രുദ്ദീൻ ഹസ്രത്ത്, അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി അധ്യക്ഷനായി. കെ ബാബു എം.എൽ.എ മുഖ്യാതിഥിയായി പങ്കെടുത്തു. രക്ഷാധികാരി ഇല്യാസ് ബാഖവി ഹസ്രത്ത് അനുമോദന പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഹസ്രത്ത് മിസ്ബാഹി സ്വാഗതവും കബീർ അൻവരി ചേന്നലി നന്ദിയും പറഞ്ഞു. സമൂഹ വിവാഹത്തെക്കുറിച്ച് ഫൗണ്ടേഷൻ പ്രസിഡന്റ് വിശദീകരിച്ചു. എല്ലാ ആളുകളുടെയും പങ്കാളിത്തം, ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി സാറ്, നമ്മുടെ വൈദ്യുതി മന്ത്രി ഈ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എം.എൽ.എ ബാബു സാറ് പങ്കെടുത്തു. അതുപോലെ എല്ലാ മഹല്ലുകളിൽ നിന്നും പ്രതിനിധികളും പ്രാസ്ഥാനിക കുടുംബാംഗങ്ങളും പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാവരും ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തതിന് ധാരാളം അവർക്കൊക്കെ കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ മഹത്തായ സംവിധാനത്തെ വീണ്ടും നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും നമ്മുടെ നാട്ടിൽ സജീവമായ ജീവകാരുണ്യ പ്രവർത്തനം നേതൃത്വം നൽകാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യണമെന്ന്. സമൂഹ വിവാഹത്തിന് മുന്നോടിയായി ഷെയ്ഖ് റിഫായി ആണ്ടുനേർച്ചയും നടന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ദമ്പതികളെ ആശീർവദിക്കാനായി നാനാഭാഗത്തു നിന്നുള്ളവർ എത്തിയിരുന്നു. ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി, UTV ന്യൂസ്, പാലക്കാട്.